6 മണിയാകുമ്പോഴത്തേക്ക് കയറി പറഞ്ഞേ. വെള്ളം അടിച്ചില്ലേ പേടിക്കണ്ട. വെള്ളം അടിയൊന്നുമില്ല, വെള്ളം അടിക്കാനൊന്നുമില്ല. മര്യാദയ്ക്ക് ഇത് ക്രോസ് ചെയ്ത് വരാൻ പറഞ്ഞത്, അത് കേൾക്കാതെ അപ്പുറത്തോടൊക്കെ ചാടി മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലുള്ള പാലക്കുഴി എന്ന സ്ഥലത്തേക്കാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു വാട്ടർഫാൾ ഉണ്ട് അവിടെ. പാലക്കാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. പാലക്കാട് എന്നത് ഒരു കാർഷിക മേഖലയായതിനാൽ ഒരുപാട് നെൽവയലുകൾക്കിടയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്നും 13 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് പാലക്കുഴി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലായിരുന്നിട്ട് പോലും ഇങ്ങനൊരു സ്ഥലം തൊട്ടടുത്തുണ്ടോ എന്ന് അധികം ആർക്കും അറിയില്ല. വടക്കഞ്ചേരി എന്ന ടൗണിൽ നിന്നും ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ആകെ ആംബിയൻസ് മാറി. നല്ല കാട്ടിലൂടെയാണ് പിന്നീടുള്ള യാത്ര. നട്ടുച്ചയാണ്, വെയിലാണെങ്കിലും അത്യാവശ്യം തണലുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കുഞ്ഞു വഴിയും ഇരുവശങ്ങളിലുള്ള മരങ്ങളും ഒരു വേറിട്ട അനുഭവമായിരുന്നു. എന്നത്തെയും പോലെ 2 ബൈക്കുകളിലായിരുന്നു ഞങ്ങളുടെ യാത്ര. എൻ്റെ ഒപ്പം എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഒരു 4 വീലറിന് കഷ്ടിച്ച് പോവാവുന്ന റോഡ്. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമ്മളൊന്ന് സൈഡ് ഒതുക്കി കൊടുക്കണം. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് ആ വഴി പോയത്. എന്തെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ ഇങ്ങനെയൊരു സ്ഥലമോ എന്ന ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വന്നു. കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോഴാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥലമാണെന്ന് മനസ്സിലായത്. വന്യമൃഗങ്ങൾ ഉണ്ടാകുമെന്ന അപായ മുന്നറിയിപ്പും ഇലക്ട്രിക് ഫെൻസിങ്ങും എല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു വശത്ത് ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ മറുവശത്ത് കൃഷിയിടമാണ്. കുറേ ദൂരം മുന്നോട്ട് വന്നിട്ടും അധികം ആരെയും വഴിയിൽ കണ്ടില്ല. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡാണ്, ആളുകളൊന്നും തന്നെ ഇല്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തടി കയറ്റിയ ഒരു ലോറി ഓപ്പോസിറ്റ് വരുന്നു. ചെറിയ വഴി ആയതുകൊണ്ട് സൈഡ് ഒതുക്കി കൊടുക്കാതെ വേറെ നിവർത്തിയില്ല.
ബൈക്ക് കൊണ്ട് വരുന്നവർ ഒരു ഓഫ് റോഡിങ്ങിന് തയ്യാറായിട്ട് വേണം വരാൻ. മൺ റോഡാണ്, അത്യാവശ്യം നല്ല കല്ലുകളുണ്ട്. അറിയാവുന്ന കാര്യം. അങ്ങനെ നമ്മൾ പാലക്കുഴി വാട്ടർഫോളിൻ്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വാഹനം മുകളിലോട്ട് കയറ്റിയിടാൻ പറഞ്ഞു. അതുവഴി വേറെ വാഹനം വരുന്നതാത്രേ. പാലക്കുഴിയിലോട്ട് വരുന്നവർ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നടക്കുന്നതിനാൽ കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ അവർക്കൊരു തടസ്സം ആവാതിരിക്കാൻ നമ്മുടെ വണ്ടി സൈഡ് ഒതുക്കി വേണം നിർത്താൻ. വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ ഈ മറ്റേ മെറ്റീരിയൽസ് അടിച്ചുകൊണ്ടിരിക്കുക. അത് കുഴപ്പമില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് കയറി പറഞ്ഞേ. 6 മണിയാകുമ്പോഴത്തേക്ക് കയറിയോ? ഇല്ലെങ്കിൽ 6:30 ഏമാമാർ വരും അവിടെ. അന്ന് പോയില്ലായിരുന്നു, ഇപ്പോൾ വരുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. വെള്ളം അടിച്ചില്ലേ പേടിക്കണ്ട. വെള്ളം അടിയൊന്നുമില്ല, വെള്ളം അടിക്കാനൊന്നുമില്ല. ഇതാണ് പാലക്കുഴി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. നമ്മളിവിടെ താഴത്ത് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അതെങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല, ചെറിയ നീരൊഴുക്കുകയുള്ളൂ. എന്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോയി നോക്കാം. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മളുടെ വാഹനം വഴിയിൽ പാർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിനുള്ള കാരണം ഇതാണ്. വലിയ വാഹനങ്ങൾ അതുവഴി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ മുന്നിൽ കണ്ട ആ നീരൊഴുക്ക് മുറിച്ചു കടന്നു വേണം അപ്പുറത്തെത്താൻ. മര്യാദയ്ക്ക് ഇത് ക്രോസ് ചെയ്ത് വരാൻ പറഞ്ഞത്, അത് കേൾക്കാതെ പറിച്ചു വെച്ചിരിക്കുന്ന ഷീറ്റാണോ? കാല് വെക്കുന്ന വർഷം അടിച്ചു പോകും. ഇടതുകാല് നരഞ്ഞ് അതെ.
അതാണ് നമ്മൾക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി. ഏകദേശം ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് ചാടി കടന്നിട്ട് വേണം അപ്പുറത്ത് പോകാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വഴി ഒന്ന് പോയി നോക്കാം. കല്ലിന് മുകളിൽ കയറി താഴോട്ട് ഇറങ്ങാനുള്ള വഴി നോക്കിയപ്പോൾ ചെറുതായി ഒന്ന് പേടിച്ചു. വന്ന വഴി അല്പം പ്രയാസപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഇനി കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. ഇതിലും കേട്ടോ അതിൽ കൂടെ ഇറങ്ങാം. വഴിയുണ്ട്, പക്ഷെ ചെറിയ വഴിയാണ്. കാല് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ചാവാനുള്ള കുഴിയൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ ചാവും. തല അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളാണ്ടോ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് എപ്പോഴും. അപ്പം ഒരാൾ അടി വെച്ചാണ് ആസ്മോണ്ട്. ഇത് പ്രശ്നം എന്താ അറിയാം, ഇത് കയറാനാണ് ബുദ്ധിമുട്ട്. സത്യം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പതുക്കെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. പാലക്കുഴി വാട്ടർഫോൾ എന്താണെന്ന് ഇനി നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതാണ് നമ്മളുടെ മനോഹരമായ പാലക്കുഴി. പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകത്തോട്ട് വന്നാലുള്ളൊരു സ്ഥലമാണ് ഈ പാലക്കുഴി. ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഉള്ള കാര്യം, ഒരു വ്യൂ പോയിന്റ് ഉള്ള കാര്യം അധികം ആർക്കൊന്നും അറിയില്ല. അറിയാവുന്നവരാണെങ്കിലും ഇവിടെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അധികം ആരും മെനക്കെടാതെ. പക്ഷേ ഇപ്പം എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നേരത്തെ കണ്ട ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. എന്നാലും വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട്. ആനകൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മൾ വരുന്ന വഴിക്ക് ബോർഡെല്ലാം കണ്ടിരുന്നു. കാട്ടാന ശല്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കാട്ടുപന്നികളുടെ ശല്യം ഈ ഭാഗത്ത് അത്യാവശ്യം ഉള്ള സ്ഥലമാണ്. എന്താണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, വ്യൂ നമുക്ക് ആസ്വദിക്കാം. വൈകുന്നേര സമയങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് പാലക്കുഴി.
ഗുഡ് ബൈ.